ഇനി സ്പ്രേയർ ഒന്ന് തോളിൽ തൂക്കിയിട്ട് ഇതേ കണ്ടില്ലേ, ഇതുപോലുള്ള തോളിൽ തൂക്കിയിട്ടിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിന്റെ ആവശ്യമേ ഇനിയില്ല. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ സ്പ്രേയർ എന്ന് പറയുന്നത്. ഇത് സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാം. ഇതുപോലെ ഇരിക്കും. ഇതിൽ വന്നിട്ട് നമുക്ക് ടൈപ്പ് ചേഞ്ച് പണിക്കാം. ഇതേ കണ്ടില്ലേ, ഈ ഒരു സ്പ്രേയർ നമ്മൾ പറമ്പിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ഇതേ കണ്ടോ, നമുക്ക് എത്ര ലെങ്തിൽ വേണമെങ്കിലും, ഇതിപ്പോൾ 100 അടി 150 അടി ആ ഒരു നീളത്തിലാണ് ഇപ്പോൾ ഹോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊരു നീളത്തിലും ഈ ഒരു ഹോസ് ചെയ്ത് തരാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ പേര് ട്രോളി ടൈപ്പ് സ്പ്രേയർ മെഷീൻ ആണ്. 600 ലിറ്റർ വരെ 1 ലിറ്റർ പെട്രോളിൽ നമുക്ക് സ്പ്രേ ചെയ്യാം അല്ലേ. ഇതേ നോക്കി, തെങ്ങിന് പോലും നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലീനിങ് ആവട്ടെ, മരുന്നടിക്കുന്നതാവട്ടെ, എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്പ്രേയർ കൊണ്ട് സാധിക്കും. വണക്കം. വണക്കം. ഈ ഒരു മെഷീനെ കുറിച്ച് പറയാമോ? എന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേര് ട്രോളി ടൈപ്പ് സ്പ്രേയർ മെഷീൻ ആണ്. ഓക്കെ. ഇത് പറ്റ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ. ഇതിൽ വരുന്നത് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ആൻഡ് 2 HP മോട്ടോഴ്സിൽ റൺ ആവും. ഓക്കെ. രണ്ട് HP മോട്ടറാണ് അല്ലേ? ഓക്കെ. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് സ്പ്രേയർ ഉണ്ടല്ലോ. എന്താണ് ഈ ഒരു സ്പ്രേയറിന്റെ പ്രത്യേകത? ഇത് ഈസി ടു മൂവ് ആണ്. പെൺകുട്ടിയാണോ പ്രായത്തിലുള്ളവർക്കും നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്തിട്ട് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങോട്ട് വേണം മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാ പ്രത്യേകത ഉള്ളത്? ഇത് ടാങ്ക് കപ്പാസിറ്റി 15 ലിറ്റർ ആണ്. 15 ലിറ്റருக்கு நம்ம அதில் வாட்டர் வந்து செட் பண்ணிட்டு அண்ட் ஸ்ப்ரே பண்ணிக்கிற மாதிரி வரும் உங்களுக்கு. அண்ட் செடி, காய்கறி செடி, பின்ன தோட்டம், வீட்டு யூஸ்க்கு கார், பைக் க்ளீன் பண்ணுறதுக்காகட்டும், மாட்டு தொழுவம் இதெல்லாம் க்ளீன் பண்ணுறதுக்கும் ഇത് ബെറ്റർ ആയിരിക്കും. ശരിക്കും ഇത് മൾട്ടി പർപ്പസ് മെഷീനാണെന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഷീൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വീട്ടിലിപ്പോൾ കാർ വാഷ് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് കാർ വാഷ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ പശുത്തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് സ്പ്രേ, സാധാരണ ഒരു സ്പ്രേയർ വെച്ച് കഴിഞ്ഞാൽ മരുന്ന് സ്പ്രേ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല പവർഫുൾ ആയിട്ടാണ് അല്ലേ വന്നിട്ടുള്ളത്. മോട്ടറും എല്ലാം നിങ്ങൾ വർക്കിംഗ് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 50 ലിറ്റർ. ടാങ്ക് കപ്പാസിറ്റി വാട്ടർ வந்து 50 ലിറ്റർക്ക് நம்ம ஸ்டோர் பண்ணிட்டு இன்க்ளூடிங் அதில் மருந்து ஊற்றிக்கிட்டு நம்ம ஸ்ப்ரே பண்ணிக்கிற மாதிரி வரும். ഓക്കെ. ഇത് വീൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോട്ടത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ? എങ്ങോട്ട് വേണം. പിന്നെ ഈസിയാണ്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാതെ കണ്ടില്ലേ, കണ്ടോ, അധികം വെയിറ്റ് ഒന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെഷീൻ തന്നെയാണിത്. പിന്നെ ഇതിൽ ഹോസ് വന്നിട്ട് എത്ര മീറ്റർ വരുന്നത്? ഇത് 100 ഫീറ്റും പണി തരുവും 150 ഫീറ്റും കസ്റ്റമൈസ് പണി തരുവും. ഹോസിന്റെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ലെങ്ത് ചെയ്തു തരാം. 100 150 ലെങ്ത് 100 150 അടിയുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് ചെയ്തു തരും. ഇനി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ ടീം എന്ന് പറയുന്നത് ആഞ്ജന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീനുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇവിടുന്ന് കസ്റ്റമൈസ്ഡ് ആയിട്ട് എല്ലാ മെഷീൻ ചെയ്ത് വാങ്ങാൻ വേണ്ടി സാധിക്കും. അതാണ് ഇവരുടെ പ്രത്യേകത. ഞാൻ ഒരുപാട് എപ്പിസോഡ് ഇവരുടെ ചെയ്തിട്ടുണ്ട്. ചെയ്ത വീഡിയോയ്ക്കൊക്കെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ലഭിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് ആവട്ടെ, ഇവരുടെ മെഷീൻ്റെ ക്വാളിറ്റി ആവട്ടെ, പിന്നെ സ്പെയറിൻ്റെ അവൈലബിലിറ്റി ആവട്ടെ, സർവീസ് സപ്പോർട്ടും, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് മെഷീൻസ് എടുക്കാം. ഇതെന്ന് പറയുന്നത് രണ്ട് സെയിം ആണ്. ഓക്കെ. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു തോട്ടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹൈറ്റിൽ വേണം ഉപയോഗിക്കാം അല്ലേ? ഇത് മാക്സിമം ഇതിൽ ഫിക്സ് பண்ணிக்கலாம். ഇത് மாதிரி ஒரு கயிறு போட்டு அண்ட் இது வந்து நம்ம ஒரு 25 to 35 மீட்டர்ஸ் ஹைட் வரைக்கும் நம்ம இதை வந்து ஸ்ப்ரே பண்ணிக்கிற மாதிரி. 25-30 അടി വരെ നമുക്ക് എന്താ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ തോട്ടി ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ വേണ്ടി പറ്റും. ഈ ഒരു ഐറ്റത്തിന് മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു തോട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹൈറ്റിൽ വരെ സ്പ്രേ ചെയ്യാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന ഒരു വീട്ടിൽ ഈ ഒരു ഐറ്റം ഉള്ളത് വളരെ ഉപകാരപ്രദമാണ് അല്ലേ? വീട്ടിലെ എല്ലാ അത്യാവശ്യ കാര്യങ്ങളും അല്ലേ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതായാലും ഫാം നടത്തുന്നവരായാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, ക്ലീനിങ് ആവട്ടെ, മരുന്നടിക്കുന്നതാവട്ടെ, എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്പ്രേയർ കൊണ്ട് സാധിക്കും. ഇതിൽ ഒരു 5 ടൈപ്പ് ഓഫ് സ്പ്രേയർ അഡ്ജസ്റ്റ്മെന്റ് இருக்கு. சோ நம்ம லெந்த் இப்போ 1 ஃபீட் நம்ம ஸ்டாண்டிங்ல நின்று ஒரு 20 ஃபீட் நம்ம ஸ்ப்ரே பண்ணனும்னா அதுக்கு தகுந்த மாதிரி அட்ஜஸ்ட்மெண்ட் இருக்கு. அண்ட் ஹைட் அட்ஜஸ்ட்மெண்ட் இருக்கு. அண்ட் கவ் இதெல்லாம் க்ளீன் பண்றதுக்கு என்ன பிரஷர் தேவையோ அந்த அட்ஜஸ்ட்மெண்ட் வந்து நம்ம இங்க பண்ணிக்கலாம். ഓക്കെ. ഇതിൽ തന്നെ അല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഇതിന്റെ സ്പീഡെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ പർപ്പസിനനുസരിച്ച് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇതിൽ 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചെന്ന് വിചാരിക്കുക. എനിക്ക് എത്ര ലിറ്റർ സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റും മരുന്ന്? இது 1 லிட்டர் ஸ்டோர் பண்ணிட்டோம்னா இந்த ടാങ്ക് കപ്പാസിറ്റി 600 ലിറ്റർ വരെക്കും നമ്മൾ സ്പ്രേ பண்ணிக்கிற மாதிரி. ഓക്കെ. 600 ലിറ്റർ വരെ 1 ലിറ്റർ പെട്രോളിൽ നമുക്ക് സ്പ്രേ ചെയ്യാം അല്ലേ? ഓക്കെ. നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കിയാലോ? നോക്കാം. ഡെമോ ഒന്ന് നോക്കിയാലോ? നോക്കാം. സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. നമ്മൾ ஆல்ரெடி இதில் ஃபில் ചെയ്തിട്ടുണ്ട്. இது வந்துட்டு இதில் ஸ்டார்ட் பண்ணிட்டு ஓகே இங்கே ரேசிங் இருக்கு.
ഓക്കെ ഓക്കെ ആ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഇത് സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാം. இது போல இருக்கும். இதில் வந்துட்டு நமக்கு டைப் சேஞ்ச் பண்ணிக்கலாம். ഇതേ നോക്കി തെങ്ങിന് പോലും നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്ന് സ്പീഡ് കൂട്ടാമോ ഇതിൻ്റെ മെഷീൻ്റെ? ജസ്റ്റ് അതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഇതേ നോക്കിയേ, കണ്ടോ നമുക്ക് തെങ്ങിന് കണ്ടോ ഇത്രയും ഹൈറ്റിൽ പോലും സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന മെഷീനാണിത്. ഇതിന് കൂടെ വരുന്ന ആ ഒരു തോട്ടി ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും. കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് മെഷീൻ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഓസിന് അത്രയും നീളം ലെങ്തിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദൂരത്ത് വേണമെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയാമോ? இது ஆஞ்சநேயா இண்டஸ்ட்ரீஸ் கோயம்புத்தூர் சிங்கானூரில் லொக்கேட் ஆயிருக்கு. இது பார்த்தீங்கன்னா உங்களுக்கு எல்லா விதமான அக்ரிகல்ச்சர் மிஷினரிஸும் நம்ம வந்து மேனுஃபேக்சரிங் பண்ணிட்டு வந்துட்டு இருக்கோம். ഓക്കെ, അതും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീനും ചെയ്ത് കൊടുക്കും കസ്റ്റമൈസ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് പോലും കസ്റ്റമൈസ് ചെയ്ത് മെഷീനുകൾ റെഡിയാക്കി തരുന്ന കമ്പനിയാണ് ആഞ്ജനേയ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഒരുപാട് വീഡിയോ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല പോസിറ്റീവ് ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാ കാര്യത്തിലും സർവീസ് ആയാലും പിന്നെ സ്പെയറിൻ്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യത്തിലും മെഷീൻ്റെ ക്വാളിറ്റി ആയാലും എല്ലാം എന്താ വാങ്ങിയ കസ്റ്റമർ എല്ലാം ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പ്രെയർ വാങ്ങാൻ വേണ്ടി എന്താ ചെയ്യുക? നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് എന്താ ചെയ്യുക? ഡെലിവറി സൗകര്യം ഉണ്ടോ? ഡെലിവറി ഓൾ ഓവർ ഇന്ത്യ ഫുൾ ഡെലിവറി பண்ணிட்டு இருக்கோம். ഓക്കെ, എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്പ്രെയർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. എങ്ങോട്ടേക്കാണെങ്കിലും അയക്കാനുള്ള സൗകര്യം നിലവിൽ ആഞ്ജനേയ ഇൻഡസ്ട്രീസ് എന്ന ഈ ഒരു സ്ഥാപനത്തിനുണ്ട്.